തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരബാധ സംബന്ധിച്ച് ICMR-ന്റെ പഠനം ഉടൻ ആരംഭിക്കും. കേന്ദ്ര സംഘം ഈ ആഴ്ച തലസ്ഥാനത്തെത്തുമെന്നാണ് സൂചന. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് രോഗം ബാധിക്കുന്നു എന്നത് സംബന്ധിച്ച് സംഘം വിശദമായി പഠിക്കും. അമീബയുടെ വകഭേദങ്ങളെക്കുറിച്ചും പരിശോധന നടത്തും. നെല്ലിമൂടിൽ കുളം, പേരൂർക്കടയിൽ കിണർ, നാവായിക്കുളത്ത് തോട്, ഇത്തരത്തിൽ കൂടുതലിടങ്ങളിൽ അമീബിക് മസ്തിഷ്ക ജ്വര കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കടുത്ത ആശങ്കയാണ്. ഈ സാഹചര്യത്തിൽ ICMR-ന്റെ പഠനം ഉടൻ ആരംഭിക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് രോഗം ബാധിക്കുന്നു എന്ന് സംബന്ധിച്ചും അമീബയുടെ വകഭേദങ്ങളെക്കുറിച്ചും പരിശോധന നടത്തും. കേന്ദ്ര സംഘം ഈ ആഴ്ച തന്നെ തലസ്ഥാനത്ത് എത്തുമെന്നാണ് സൂചന. എല്ലാ വെള്ളത്തിലും അമീബയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. രോഗകാരണമാകുന്ന അമീബ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയുക മാത്രമാണ് ഏക പോംവഴി. കടുത്ത വേനലിൽ തീരെ വെള്ളം കുറഞ്ഞ അവസ്ഥയിൽ ജലസ്രോതസ്സുകളുടെ അടിത്തട്ടിൽ അമീബ സാന്നിധ്യം പെരുകിയിട്ടുണ്ടാകാമെന്നാണ് മൈക്രോബയോളജിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വെള്ളം കൂടിയപ്പോൾ കലങ്ങിച്ചേർന്ന മേൽത്തട്ടിലേക്ക് അമീബ എത്താം. വാട്ടർ ടാങ്കുകളിലും സ്വിമ്മിംഗ് പൂളിലുമൊക്കെ രോഗാണു സാന്നിധ്യം കരുതിയിരിക്കണമെന്നാണ് മുന്നറിയിപ്പ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലാബിൽ പരിശോധിച്ച ഒരു സാമ്പിളിൽ പ്രത്യേക വകഭേദം കണ്ടെത്തിയിരുന്നു. കൂടുതൽ വകഭേദങ്ങൾ രോഗകാരണമാകുന്നുണ്ടോ, അമീബ പെരുകിയിട്ടുണ്ടോ തുടങ്ങിയവയിൽ വിശദമായ പഠനം വേണ്ടിവരും. ലോകത്ത് തന്നെ 200-ൽ താഴെ കേസുകളാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 17 കേസുകളും കേരളത്തിലാണ്. ജനം, തിരുവനന്തപുരം.